ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞെന്ന് കരുതുക. നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചെയ്യുക? ഏതെങ്കിലും സമീപത്തുള്ള ഏജൻസിയിൽ കൊടുക്കും, നമ്മൾ ഇൻഷുറൻസ് അടക്കും. പണം അവരാവശ്യപ്പെടുന്ന എത്രയാണോ അത് നമ്മൾ കൊടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ബൈക്ക് ഇൻഷുറൻസ് ചെയ്യേണ്ട സമയമായി എന്നോട് പറയുകയാണ് 1600 രൂപയാണ് ബൈക്ക് ഇൻഷുറൻസിന് ഫസ്റ്റ് പാർട്ടിന് വരുന്നത് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആ തുക നമ്മൾ കൊടുത്തേ പറ്റൂ. നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ഓൺലൈനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കമ്പനി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും കുറഞ്ഞ തുക ലഭിക്കുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന കമ്പനി ഏതാണോ അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻഷുറൻസ് അടക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വാഹനത്തിൻ്റെ അടക്കാം, നമ്മുടെ കാറ് അല്ലെങ്കിൽ ബൈക്ക് പോലുള്ള വാഹനങ്ങളുടെ അടക്കാം. നമുക്ക് ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു പോളിസികളുണ്ടെങ്കിൽ അത് അടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് അടക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എല്ലാവിധ ഇൻഷുറൻസുകളും നമുക്ക് അടക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഐഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാം, ആപ്പുകളില്ലാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇൻഷുറൻസ് അടക്കുക നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മേന്മ എന്നുള്ളത്, ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫേമസ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരുപാട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടുണ്ടാകും. ഇതൊരു ഉദാഹരണത്തിന് ബൈക്കിൻ്റെ ഇൻഷുർ ആണെങ്കിൽ 1200, 1300, 1500 ഓരോ സ്റ്റേജിലും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇപ്പോൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നു എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഇൻഷുർ പേ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ റിന്യൂവൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ടൊരു വെബ്സൈറ്റിൻ്റെ സഹായം തേടണം എന്നുള്ളതാണ്. നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ മൊബൈൽ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഇതുപോലുള്ള കുറച്ച് ഓപ്ഷനുകളാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്, 2 വീലർ, അതുപോലെ തന്നെ ഹൗസ് ഇൻഷുറൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ബൈക്കിനാണ് നമ്മൾ റിന്യൂവൽ ചെയ്യേണ്ടതെങ്കിൽ ബൈക്ക് കൊടുക്കാം. ഇനി കാറിന്റെ ഇൻഷുറാണ് നിങ്ങൾക്ക് അടക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കാറിന്റെ ഇൻഷുറൻസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 വീലറാണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ 2 വീലറാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമുക്ക് അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ നമ്പർ 835 എൻ്റെ വണ്ടിയുടെ നമ്പർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം 0 കൂട്ടിയിട്ട് 4 വരുന്ന രീതിയിൽ കൊടുക്കുക. അതായത് 835 അല്ലെങ്കിൽ വെറും 35 ഒക്കെ ആണെങ്കിൽ അത് 4 അക്കം വരുന്ന രീതിയിൽ അതിന് മുന്നിൽ 0 കൂട്ടിയിട്ട് കൊടുക്കുക. ശേഷം ഈ പച്ച ഐക്കൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മളോട് ഇവിടെയായിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഏത് മാനുഫാക്ചറിന്റെ കീഴിലുള്ള വണ്ടിയാണ് ചോദിക്കും. ഹോണ്ട, ബജാജ്, ഹീറോ, ഹോണ്ട, TVS അങ്ങനെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ ബജാജ് ആണ്, അത് സെലക്ട് ചെയ്യുന്നു. അതിൽ ഏതാണ് മോഡൽ എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ 150 ഡീറ്റെയിൽസ് ആയി സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇലക്ട്രിക് സ്റ്റാർട്ട് ആണോ കിക്ക് സ്റ്റാർട്ട് ആണോ ചോദിക്കും. ഞാൻ ഇലക്ട്രിക് സ്റ്റാർട്ട് കൊടുത്തു. ഇവിടെ മോഡൽ ഏത് വർഷം രജിസ്റ്റർ ആയ വണ്ടിയാണ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഏത് വർഷമാണോ നിങ്ങൾ എടുത്തത് ആ വർഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ ആയിട്ട് ഇതിന് മുന്നേ ഉള്ള ഇൻഷുറൻസ് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏതാണ് നിങ്ങളോട് ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ഇൻഷുറൻസിന്റെ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സെലക്ട് ചെയ്യാം. ഇനി അല്ല എങ്കിൽ ഇവിടെ ഐ ഡോണ്ട് ഹാവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് കുറെ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഇൻഷുറൻസ് ഓപ്ഷൻ നിങ്ങൾക്ക് വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പം പല രീതിയിലുള്ള പല റേറ്റിലുള്ളത് 1026, 1037, 1370, 1600, 2000 അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി തേർഡ് പാർട്ടി ഓൺലി ആണെങ്കിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ തുകയിലുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് സർവീസ് ലഭിക്കുന്ന ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ അതിനായിട്ട് നാഷണൽ ഇൻഷുറൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. നാഷണൽ ഇൻഷുറൻസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യും. അപ്പൊ നമ്മളിവിടെ ആയിട്ട് നമ്മുടെ വെഹിക്കിൾ ഓണർ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി നമ്മൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഇതിന്റെ ഒരു PDF കോപ്പി സെൻഡ് ആയിട്ട് ലഭിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇമെയിൽ ഐ ഡി കൊടുക്കുക. ശേഷം ഇവിടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്ത് കൊടുത്തു, പേര് കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, ഇമെയിൽ ഐ ഡി കൊടുത്തു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തു, ജില്ല കൊടുത്തു, സ്റ്റേറ്റ് കൊടുത്തു, പിൻകോഡ് കൊടുത്തു. ശേഷം കണ്ടിന്യൂ സ്റ്റെപ്പ് 2 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മളിവിടെ ആയിട്ട് നോമിനിയുടെ പേര് ചോദിക്കുന്നുണ്ട്. ഏതാണ് നോമിനിയുടെ പേര് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം.
ശേഷം അതുമായിട്ടുള്ള റിലേഷൻ എന്താണ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ മദറിന്റെയാണ് കൊടുക്കണമെങ്കിൽ മദറിന്റെ ഏജ് എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളോട് ഇവിടെ ആയിട്ട് അവസാനത്തെ ചോദ്യം, നിങ്ങളുടെ മൊബൈലിൽ വാഹനത്തിന് ഫൈനാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക. ഉണ്ട് എന്നാണെങ്കിൽ ആരാണ് അതിന്റെ ഫൈനാൻസ് തന്നിരിക്കുന്നത്, ബാങ്ക് ഏതാണെന്ന് നമ്മളോട് ചോദിക്കും. അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ സ്റ്റെപ്പ് 3 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഇതൊക്കെ നമ്മുടെ RC ബുക്കിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ അത് ഇവിടെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ RC ബുക്കിൽ നോക്കിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റും മാനുഫാക്ചറിംഗ് ഡേറ്റും ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം ഏറ്റവും താഴെയുള്ള ഈ പച്ച ബട്ടൺ, അതായത് വെരിഫൈ പ്രീമിയം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്തായിട്ട് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് പേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് സമ്മറി വേണമെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓപ്ഷൻ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ കവറേജ് ഇൻഷുറൻസ് വേണമെങ്കിൽ അതുകൂടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വരുന്നത് നെറ്റ് പ്രീമിയം ആയിട്ട് 702 രൂപയും GST ആയിട്ട് പ്ലസ് 126 ആണ്. ഇനി അതിന്റെ കൂടെ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ 175 രൂപ കൊടുത്തിട്ട് ഒരു ഇൻഷുറൻസ് കൂടി നമുക്ക് എടുക്കാം. അത് വേണ്ടെങ്കിൽ നമുക്കത് ടിക്ക് മാർക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഏറ്റവും താഴെ പേ സെക്യൂർലി എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഭാഗങ്ങൾ, വാലറ്റ്, EMI ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ UPI എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ UPI ID, ഗൂഗിൾ പേ ഐഡിയോ ഫോൺ പേയോ ഭീംപോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ EMI എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EMI ആയിട്ട് ഇൻഷുറൻസ് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എല്ലാ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഭാഗത്തായിട്ട് നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തു, CVV കൊടുത്തു, കാർഡ് എക്സ്പയറി ഡേറ്റ് കൊടുത്തു. ശേഷം പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി കണക്ട് ആകും. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൺഫർമേഷൻ മെസ്സേജ് വരും, OTP വരും. നമ്മൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ആയിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോൾ OTP വന്നിട്ടുണ്ട്. എനിക്കൊരു OTP എൻ്റെ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്നു. ഞാൻ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. OTP കറക്റ്റ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റീഡയറക്റ്റ് ആയിട്ട് ഒരു പേജിലേക്ക് പോകും. നിങ്ങൾ ഈ സമയത്ത് ബാക്ക് ബട്ടണോ മറ്റോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ നിൽക്കരുത്. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡൗൺലോഡ് പോളിസി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് PDF ഫോർമാറ്റിൽ ലഭിച്ചായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് രേഖയാണിത്. നമുക്കിത് ഇനി നമുക്ക് പോലീസുകാർക്കോ മറ്റോ ഈ ഒരു രേഖ കാണിച്ചു കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുത്തിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് വണ്ടിയിൽ കരുതാനായിട്ട് സാധിക്കും. കളർ പ്രിന്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഒരു പോളിസി നമുക്ക് ലഭിക്കും. നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് രേഖപ്പെടുത്തിയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നാഷണൽ ഇൻഷുറൻസിന്റെ ഒരു പോളിസി ആയിരുന്നു ഞാൻ എടുത്തത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മൾ വാഹനത്തിന്റെ ഇൻഷുറൻസ് നമ്മൾ ഓൺലൈനായിട്ട് റിന്യൂവൽ ചെയ്യുക അല്ലെങ്കിൽ അടക്കുക. വാഹനത്തിൻ്റെതായാലും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ആയാലും ഒക്കെ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ അടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം.